കഴിഞ്ഞ ദിവസം അശ്വിൻ യൂട്യൂബിൽ ഷെയർ ചെയ്തൊരു വീഡിയോയിൽ അശ്വിൻ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് യശസ്വി ജയ്സ്വാളിന് മറ്റേ ബാക്കപ്പ് ഓപ്പണറായിട്ട് ടീമിലെടുത്തത്, എന്തുകൊണ്ട് ശുഭ്മൻ ഗില്ല് മെയിൻ ഓപ്പണറായി രോഹിത് ശർമ്മയുടെ കൂടെ എന്ന്. പുള്ളി പറഞ്ഞത് ഈ ഇന്ത്യൻ ടീമിൻ്റെ ഒരു നിലവിലത്തെ ഫോമൊക്കെ പരിഗണിച്ച് അങ്ങനത്തെ ഒരു ടീമാണ് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ടീം വിശകലനം ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ രോഹിത് ശർമ്മേനെ ടീമിലെടുത്ത് എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മ ഫോമിലല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പലരും വിമർശിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും രോഹിത് ശർമ്മയെ ടീമിലെടുത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിന് പുള്ളി ആൻസർ പറയുന്നത് ടെസ്റ്റിലെ ഫോമല്ല, ഏകദിനത്തിൽ രോഹിത് ശർമ്മ നല്ല ഫോമിലാണ്. പ്രത്യേകിച്ച് ഏകദിനമെന്നല്ല, വൈറ്റ് ബോളിൽ ഇപ്പോൾ കഴിഞ്ഞ 2020 വേൾഡ് കപ്പിലൊക്കെ രോഹിത് ശർമ്മ നല്ല ഫോമിലായിരുന്നു. പിന്നെ ഈ ഏകദിനത്തിൽ പുള്ളി അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുള്ളീനെ ടീമിലെടുത്തത്. രോഹിത് ശർമ്മ അങ്ങനെയാണ് ടീമിൽ വന്നത്. രോഹിത് ശർമ്മ വാക്കിൻ ചെയ്യും, ഈസിയായിട്ട് വാക്കിൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഇതേ ലോജിക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സഞ്ജുവിൻ്റെ കാര്യം. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സഞ്ജുവിൻ്റെ പെർഫോമൻസ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പം T20 ആണെങ്കിലും ഏകദിനമാണെങ്കിലും സഞ്ജു നല്ല ഫോമിലാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ആയിരുന്നു. ഇപ്പം ഫസ്റ്റ് T20യിൽ 26 റൺസ് എടുത്തുള്ളൂ. അതത്ര മോശം ഇതൊന്നുമല്ല. എന്നാലും ഒരു ലാസ്റ്റ് കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചു. അന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പിച്ചിൽ സെഞ്ചുറി അടിച്ച് മാൻ ഓഫ് ദി മാച്ച് അടിച്ച് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ക്ലിയർലി ഋഷഭ് പന്തിനേക്കാളും ബെറ്റർ സ്റ്റാറ്റ്സ് ഉണ്ട് ഏകദിനത്തിലും 2020 ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിനെ ടീമിൽ എന്തുകൊണ്ട് എടുത്തില്ല, പകരം ഋഷഭ് പന്തിനെ എടുത്തു. നേരത്തെ ഇപ്പം രോഹിത്തിൻ്റെ കാര്യത്തിൽ രോഹിത് ടെസ്റ്റിലെ ഫോമിലല്ലാത്തുള്ളൂ, ഏകദിനത്തിൽ T20 ഫോമിലാണ്, വൈറ്റ് ബോളിൽ ഫോമിലാണ്, അതുകൊണ്ട് ടീമിലേക്ക് വാക്കിൻ ചെയ്തു എന്ന് പറഞ്ഞ അതേ ലോജിക്കലാണെങ്കിൽ ഇവിടെ ഋഷഭ് പന്ത് പുറത്തായിട്ട് വൈറ്റ് ബോളിൽ ഫോമിലുള്ള സഞ്ജു ടീമിൽ വരണ്ടേ. ഋഷഭ് പന്ത് പക്ഷേ ടെസ്റ്റിൽ ഫോമാണ്. അത് ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പം 2020 ടീമിൻ്റെ ഏകദിന ടീമിനെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കരുതല്ലോ. പക്ഷേ അതിന് പുള്ളി പറഞ്ഞത് ഋഷഭ് പന്ത് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ടാണ് എന്നാണ്. ഈ ഒരുപാട് നാളായിട്ട് കേൾക്കുന്നതാണ് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഒരു പരിഗണന കൊടുക്കുന്നു എന്ന്. അതിപ്പം ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇഷാൻ കിഷൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. സഞ്ജുവായിട്ട് പരിഗണിക്കുമ്പോൾ ഇഷാൻ കിഷനേക്കാളും കുറേ മുമ്പ് വന്ന ഒരു പ്ലെയറാണ് സഞ്ജു. പക്ഷേ സഞ്ജുവിനേക്കാളും ഇൻ്റർനാഷണലി കുറേ മത്സരങ്ങൾ ഇഷാൻ കിഷൻ കൂടുതൽ കളിച്ചിട്ടുണ്ട്. മോശം കളിയൊന്നുമല്ല കളിച്ചത്. പക്ഷേ സഞ്ജുവിന് പെക്കിംഗ് ഓർഡറിൽ സഞ്ജു മുമ്പിലുള്ള നിൽക്കുന്ന സമയം തന്നെ കിഷൻ ടീമിൽ കുറേ കളിച്ചിട്ടുണ്ട്. അവിടെയും ലെഫ്റ്റ് ഹാൻഡറാണ് കിഷൻ എന്നുള്ളതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രിവിലേജ്. അപ്പം എനിക്ക് അതായത് ഒരു പ്ലെയർ നന്നായിട്ട് കളിക്കുന്നു, ഒരു പ്ലെയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് കളിക്കുന്നു, ഒരു കൊടുത്ത റോള് കൃത്യമായിട്ട് ചെയ്യുന്നു, മാനേജ് വെച്ചടിക്കുന്നു, അങ്ങനെ കളിക്കുന്നു. ഇനി വേറൊരു പ്ലെയർ നന്നായിട്ട് കളിക്കുന്നില്ല, ഇയാളുടെ അത്രയും നല്ല സ്റ്റാറ്റ്സ് ഇല്ല, പക്ഷേ അയാൾ ലെഫ്റ്റ് ഹാൻഡറാണ്. അതായത് നാച്ചുറലി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നാച്ചുറലി പുള്ളിക്ക് വന്നു ചേർന്ന ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു വേഴ്സാലിറ്റി, അങ്ങനെയല്ല അതിന് ഇംഗ്ലീഷ് ആണെങ്കിലും അല്ലെങ്കിലും ശരി, അതിൻ്റെ ആ സാധനം കൊണ്ട് മാത്രം ഒരാളെ ബെറ്റർ സ്റ്റാറ്റ്സ് ഉള്ള ബെറ്ററായിട്ട് കളിക്കുന്ന ഒരാളെ പകരം ടീമിൽ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അത് ഈ പറഞ്ഞ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനോട് ചെയ്യുന്ന എത്ര വലിയ ഒരു വിവേചനമാണോ, ഒരു അനീതിയാണെന്നോ ഒന്ന് ആലോചിച്ച് നോക്കണം. സഞ്ജു റൈറ്റ് ഹാൻഡ് ബാറ്റർ ആയത് സഞ്ജുവിൻ്റെ ഒരു ശൈലി, അല്ലെങ്കിൽ സഞ്ജു കളിച്ച് വന്ന രീതി, അല്ലെങ്കിൽ ഇടം കൈയിനായിട്ട് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, പുള്ളി വലം കൈയ്യൻ, അങ്ങനത്തെ ഒരു സാധനം. ഋഷഭ് പന്ത് പക്ഷേ ചിലപ്പോൾ ചെറുപ്പം മുതൽ ഇടം കൈയിനായിരിക്കും, ഇടം കൈയായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രം ഒരു അഡ്വാൻറ്റേജ് ക്ലിയർലി സഞ്ജുവിൻ്റെ അത്രയും നന്നായിട്ട് കളിക്കാത്തൊരു പ്ലെയർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ടീം ബാലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ പുറത്ത് നോക്കും, നമ്മൾ കളത്തിന് പുറത്ത് നോക്കുമ്പോൾ ഓക്കെ ശരി, ടീം ബാലൻസ് ശരിയാണ്. കാരണം ടോപ്പ് ഓർഡറിൽ ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും കൂടെ ഓപ്പൺ ചെയ്യുമ്പം പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ വരുന്നത്, പിന്നെ താഴെ 6 നമ്പറിലും 7 നമ്പറിലൊക്കെ വരുന്ന അക്സർ പട്ടേലോ അല്ലെങ്കിൽ രവീന്ദ്ര ജഡേജോ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരും ലെഫ്റ്റ് ഹാൻഡർമാരില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഇരിക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഇരുന്നേ പറ്റുള്ളൂ എന്നില്ല.
ഒരു ലെഫ്റ്റ് ഹാൻഡ് നിർബന്ധമായും ഉണ്ടാവണം എന്നൊന്നുമില്ല. നന്നായിട്ട് കളിക്കുന്ന റൈറ്റ് ഹാൻഡ് ആണെങ്കിലും മതി. ടാക്കിൾ ചെയ്യാനൊക്കെ പറ്റുന്ന റൈറ്റ് ഹാൻഡ്, ഏത് രീതിയിലുള്ള ബോളിങ്ങും ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന റൈറ്റ് ഹാൻഡ് ആണെങ്കിലും മതി. പക്ഷേ ഇന്ത്യൻ ടീം ഇവിടെ ഭയങ്കര നിർബന്ധവും ആയിട്ട് പറഞ്ഞ് പിടിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇത്. അതായത് ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള. പിന്നെ ഈ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഋഷഭ് പന്തിന് ഭയങ്കര വിശ്വാസമുണ്ട്. അതും ഇതിനൊരു ഫാക്ടറാണ്. പിന്നെ ഈ ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് വരികയാണെങ്കിൽ ടീം പ്രഖ്യാപിച്ച കുറച്ച് ദിവസമായി, എന്നാലും ടീം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം സഞ്ജുവിനെ ഉൾപ്പെടുത്തിയില്ല എന്നതിനൊപ്പം വേറൊരു കാര്യമാണ് മുഹമ്മദ് സിറാജിനെ ടീമിൽ പരിഗണിച്ചില്ല എന്നുള്ളത്. കഴിഞ്ഞ മുഹമ്മദ് സിറാജ് ഡെബ്യൂ ചെയ്തതിന് ശേഷം, മോഡിയെ ഡെബ്യൂ ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2023 മുതലാണ് കേട്ടോ ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും വിക്കറ്റ് ഇട്ട ബോളറാണ് സിറാജ്. അപ്പം പകരം വന്ന ഹർഷദീപ് സിംഗ് അത്ര മോശം ബൗളറല്ല. ഇപ്പം നല്ല സ്വിംഗ് ബൗളറാണ്. വേണമെങ്കിൽ ടെസ്റ്റിൽ പോലും പരിഗണിച്ച് നോക്കാവുന്ന ഒരു പ്ലെയറാണ് ഹർഷദീപ്. വെറും T20 ബൗളർ എന്നുള്ള രീതിയിൽ ഒതുക്കുന്ന കാര്യമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുംറയെ പോലെ അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ബുംറയേക്കാൾ എഫക്റ്റീവായിട്ടുള്ള ബൗളറാണ് ഏകദിനത്തിൽ സിറാജ്. അത് കണക്കുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ കണക്ക് നിൽക്കുമ്പം സിറാജിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഒരു ടീം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള ലോജിക്ക് രോഹിത് ശർമ്മ പറഞ്ഞത് ഭയങ്കര രസമാണ്. സിറാജ് കുറച്ച് നാളായിട്ട് ഫോമിലല്ലാന്ന്. സിറാജ് കുറച്ച് നാളായിട്ട് കളിച്ചുകൊണ്ടിരുന്നത് ബോർഡർ ഗാവസ്കർ ട്രോഫിയും അതിനു മുമ്പ് കളിച്ചത് ടെസ്റ്റ് ന്യൂസിലാൻഡിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലാണ്. അത് 2 ടെസ്റ്റാണ്. അപ്പം നേരത്തെ അശ്വിൻ പറഞ്ഞത് വെച്ച് അതിങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ടെസ്റ്റിലെ മോശം പ്രകടനം ഏകദിനത്തിലേക്ക് ടീം വരുമ്പം പരിഗണിക്കരുത്. ഏകദിനത്തിൽ സിറാജിന് സ്റ്റാർട്സിൻ്റെ പിൻബലമുണ്ട്. കുറേ നന്നായിട്ട് പുള്ളി വിക്കറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ് ഏകദിന ടീമിൽ. അപ്പോൾ അവിടെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ രോഹിത് ശർമ്മ അല്ലെങ്കിൽ ടീം സെലക്ടർ അല്ലെങ്കിൽ സെലക്ടർ പാനൽ അവിടെ ലോജിക്ക് എടുത്തത് ഓക്കെ സിറാജ് കുറച്ച് നാളായിട്ട് ഫോമിലല്ല, ടെസ്റ്റിൽ ഫോമിലല്ല, അതുകൊണ്ട് നമുക്ക് ഏകദിനത്തിൽ പരിഗണിക്കേണ്ട. അങ്ങനെയാണ് ഹർഷദീപ് സിംഗ് അതിലേക്ക് വരുന്നത്. ഇപ്പം ഈ പറഞ്ഞ സഞ്ജുവിനെ തിരഞ്ഞെടുക്കാത്തത് അല്ലെങ്കിൽ ഋഷഭ് പന്തിനെ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ മുഹമ്മദ് സിറാജിനെ തിരഞ്ഞെടുക്കാത്തത് ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ ഇവർ പറയുന്നത് ഭയങ്കര വൈരുദ്ധ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം മറ്റേയാളുടെ കാര്യത്തിൽ അപ്ലൈ ആവില്ല, അയാളെ തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള കാരണം മറ്റേയാളുടെ കാര്യത്തിൽ അപ്ലൈ ആവില്ല. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരു വിശദീകരണമാണ് ടീം മാനേജ്മെൻറ്റ് ഇപ്പോൾ ഈ ടീം സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് ടീമിൽ നല്ല കുറച്ച് പ്ലെയേഴ്സുണ്ട്. ഇപ്പം ശുഭ്മാൻ ഗിൽ നല്ല ഫോമിലാണ്, രോഹിത് ശർമ്മ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ നല്ല ഫോമിലാണ്, എല്ലാവരും കോഹ്ലി KL രാഹുൽ ഇതിൽ ഫിറ്റാവാത്ത ഫോമിലല്ലാത്തൊരു പ്ലെയർ ഋഷഭ് പന്താണ്. പിന്നെ പറയാൻ പറ്റില്ല, ചിലപ്പം പന്ത് കളിക്കുമായിരിക്കും. ജയ്സ്വാൾ ബാക്കപ്പ് ഓപ്പണറായിട്ട് വന്നത് ശരിക്കും ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്. കാരണം അത്രയും നന്നായിട്ടാണ് പുള്ളി കളിക്കുന്നത് ഏകദിനത്തിൽ. പിന്നെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നൊരു കാര്യം വേറെ ആരോ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ആരാന്ന്. വിരാട് കോഹ്ലി 4ാം സ്ഥാനത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് ശുഭ്മാൻ ഗില്ല് 1 ഡൗൺ ഇറങ്ങുക, എന്നിട്ട് ടോപ്പ് ഓർഡറിൽ ജയ്സ്വാൾ കളിക്കുക. ടോപ്പ് ഓർഡറിൽ മീൻസ് ഓപ്പണിങ്ങിൽ രോഹിത്തിൻ്റെ ഓട്ട് ജയ്സ്വാൾ കളിക്കുക. അപ്പോൾ ടോപ്പ് ഓർഡറിൽ തന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡറായി ഈ 3 പേരെയും അതിനകത്ത് ഉൾക്കൊള്ളിക്കാനും പറ്റും. ബാറ്റിംഗ് ഓർഡർ കുറച്ചുകൂടെ സെറ്റ് ആകുകയും ചെയ്യും. സച്ചിനൊക്കെ 4 നമ്പർ കളിച്ചാണല്ലോ, അപ്പോൾ കളിക്കാൻ പറ്റും. കോഹ്ലിക്കും കളിക്കാൻ പറ്റും. 3ാം നമ്പർ തന്നെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ടീം മാനേജ്മെൻറ്റിന് അത് കോഹ്ലിനെ അവിടെ നിന്ന് മാറ്റാൻ ഒരു താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ കുറച്ചുകൂടെ ബാറ്റിംഗ് ഇപ്പം ഈ പറഞ്ഞ ഇടം കയ്യൻ വേണം എന്നുള്ളതിൻ്റെ ആ സാധനം പരിഹരിക്കപ്പെട്ടതിന് ആ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ ഒന്ന് സെറ്റായെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പം പിന്നെ രാഹുൽ വരുന്നു, അതിനുശേഷം പിന്നെ ജഡേജയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്നു, ഹാർദിക് പാണ്ഡ്യ, അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ഓർഡർ അങ്ങനെ പോയേനെ. ജയ്സ്വാളിൻ്റെ ബാക്കപ്പ് ഓപ്പണർ ആയതുകൊണ്ടും കൂടിയാണ് ഋഷഭ് പന്ത് തീർച്ചയായിട്ടും ടീമിൽ ഉണ്ടാവണം, കാരണം ലെഫ്റ്റ് ഹാൻഡർ എന്നുള്ള രീതിയിൽ ഉണ്ടാവണം എന്ന് വാദിക്കാനും ടീം മാനേജ്മെൻറ്റിന് പറ്റിയത്. ഓക്കെ, പിന്നെ ടീമിൽ നല്ലൊരു അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിറാജിനെ മാറ്റിയിട്ടാണ് വന്നതെങ്കിലും ഹർഷദീപ് സിംഗ് നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്വിംഗ് ബോളറാണ്. ഇനീഷ്യൽ ഓവറുകളിലൊക്കെ സ്വിംഗ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഹർഷദീപ് നല്ല ചോയ്സാണ്. പിന്നെ ഷമി പരിക്ക് എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഷമി പരിക്ക് മാറിയെങ്കിൽ തീർച്ചയായിട്ടും ഷമി ടീമിലുണ്ടാവണം. കാരണം ഷമി
ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊണ്ടുവരുന്ന ഒരു ബാലൻസ് ഉണ്ട്. അതായത് പുള്ളിയുടെ സീം പ്രസൻറ്റേഷൻ, പിന്നെ പുള്ളി പന്തിലിടുന്ന മൂവ്മെൻറ്റ്, ഷമിയുടേതായിട്ടുള്ള ഒരു സോണുണ്ട്. ആ സോണിൽ നിന്നിട്ട് പുള്ളി ടീമിന് കൊടുക്കുന്ന ബാലൻസ് ഭയങ്കര കൂടുതലാണ്. അതിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മറ്റേ നമ്മുടെ ബെൻ സ്റ്റോക്സിനെ ഔട്ടാക്കിയ പോലത്തെ സാധനങ്ങളൊക്കെ പുള്ളി എടുത്തുണ്ട്. അപ്പം പക്ഷേ ഹർഷദീപ് സിംഗ് നല്ല ഒരു ചോയ്സാണ്. ഹർഷദീപ് ടെസ്റ്റ് വരെ കളിക്കണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സാധനം. പിന്നെ ഇതിനകത്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത് വാഷിങ്ടൺ സുന്ദർ ഒരു ടോപ്പ് ഓർഡർ പ്ലെയറാണ്. അപ്പം പുള്ളിക്ക് പക്ഷേ ടോപ്പ് ഓർഡറിൽ കളിക്കാൻ ഈ ഇതിൽ അവസരം കിട്ടില്ല. പിന്നെ ഒരു 6-ാം നമ്പറിലോ 7-ാം നമ്പറിലൊക്കെ ആയിരിക്കും പുള്ളി കളിക്കാൻ സാധ്യതയുള്ളൂ, കളിക്കുകയാണെങ്കിൽ പോലും. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ വാഷിങ്ടൺ സുന്ദറിന് പകരം വേണമെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിനെ പരിഗണിക്കുകയായിരുന്നു. കാരണം ഹാർദിക് പാണ്ഡ്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്കംഫർട്ട് ആയി കഴിഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വാഷിങ്ടൺ സുന്ദർ അത് മോശം തിരഞ്ഞെടുപ്പല്ല, ഭയങ്കര സേഫായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ ടീമിന്. പിന്നെ ശ്രേയസ് അയ്യർ, ഹാർദിക് പാണ്ഡ്യ, KL രാഹുൽ, കുൽദീപ് യാദവ് ഇവരൊക്കെ തീർച്ചയായിട്ടും ടീമിൽ ഉറപ്പായിട്ടും ഉണ്ടാവേണ്ട ആൾക്കാരാണ്. പിന്നെ ബുംറയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു പരിക്കിൻ്റെ ഒരു പ്രശ്നമുള്ളത്, അത് മാറുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ശരിക്കും നമ്മുടെ ടീം വലിയ തർക്കമില്ലാത്ത ടീമാണ്. ഈ ബാക്കപ്പ് പ്ലെയേഴ്സിൻ്റെ കാര്യത്തിൽ അവരുടെ റോൾ ക്ലാരിറ്റിയുടെ കാര്യത്തിലൊക്കെയാണ് ചില സംശയങ്ങളുള്ളത്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ടീമാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല ടീം ഇറക്കാൻ പറ്റിയ റിസോഴ്സസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും മെറിറ്റിലാണ് ടീം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ടീം നമുക്ക് ഇറക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ടീമും നല്ല ടീമാണ്, തർക്കമില്ലാത്ത ടീമാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉള്ളത്, ഇതിൽ ഇന്ത്യൻ ടീമിൽ ഫാസ്റ്റ് ബോളർമാർ ആകെ 3 പേരുള്ളൂ, സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളർമാർ. ഹർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷമി. ഇതിൽ ബുംറയ്ക്ക് പരിക്കാണ്, കളിക്കുമെന്നാണ് പറയുന്നത്. കളിക്കുമായിരിക്കും. ഷമിക്കും പരിക്കാണ്, ഷമിയും കളിക്കുമെന്ന് പറയുന്നു, കളിക്കുമായിരിക്കും. ഉറപ്പുള്ളത് ഹർഷദീപ് സിംഗ് മാത്രം. ഇനി അടുത്ത ഒരു ഫാസ്റ്റ് ബോളർ കോട്ട തേക്കാനുള്ളത് ഹാർദിക്കാണ്. ഇപ്പോൾ ഈ ഹർഷദീപിനോ ബുംറയ്ക്കോ അല്ലെങ്കിൽ ഷമിക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളർ നമ്മുടെ ടീമിലില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, വാഷിങ്ടൺ സുന്ദറിന് പകരം നമ്മുടെ നിതീഷ് കുമാർ റെഡ്ഡിയോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജോ അങ്ങനെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഈ ഫാസ്റ്റ് ബോളർമാർ ഈ പരിക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ തർക്കമില്ലാത്ത ടീമാണ്. ബാക്കപ്പ് പ്രശ്നങ്ങളും പിന്നെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പരിക്ക് പ്രശ്നങ്ങളൊക്കെയാണ് ഒരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ ദുബായിൽ കളിക്കുന്നതുകൊണ്ട് സ്ലോ വിക്കറ്റ് ആയിരിക്കും കൂടുതലും. ദുബായിൽ വിക്കറ്റ് സാധാരണ സ്ലോ ആണ്, UAE പിച്ചുകളെല്ലാം സ്ലോ ആണ്. ഇപ്പോൾ ദുബായിൽ പിച്ചും സ്ലോ ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും സ്പിന്നർമാർ കുറച്ച് കൂടുതൽ ഇതിനകത്ത് വന്നത്. ജഡേജയുണ്ട്, വാഷിങ്ടൺ സുന്ദറുണ്ട്, അക്ഷർ പട്ടേലുണ്ട്, പിന്നെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് ഉണ്ട്. അപ്പോൾ 4 സ്പിൻ ഓപ്ഷൻ ഉണ്ട്. ഈ 4 സ്പിൻ ഓപ്ഷൻ എടുക്കാനുള്ള 4 സ്പിൻ ഓപ്ഷനിൽ ഒരു 3 പേര് എനിക്ക് തോന്നുന്നു 11 സ്ഥിരമാണ്. ജഡേജയും അക്ഷറും കുൽദീപും ടീമിൽ സ്ഥിരമാണ്. കാരണം പിച്ച് ഒക്കെ അങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഒരു ബാക്കപ്പ് പേസറെ എടുക്കാതിരുന്നത്. ഹാർദിക്കിനെ വെച്ച് തന്നെ ഫില്ല് ചെയ്യാന്നുള്ള ഒരു പ്ലാനൊക്കെ ആയിരിക്കും. എന്തായാലും തർക്കമില്ലാത്ത ഒരു ടീമാണ്. നമുക്കെന്തായാലും നോക്കാം.